അസ്സലാമു അലൈക്കും. നഫ്സിന്റെ കാര്യങ്ങളാണ് ഇന്നലെ ചർച്ച ചെയ്തത്. നഫ്സ് എന്നുള്ള ജിന്ന് അത് നമ്മളെ ജിസ്മിൽ ഉള്ള ഒരു മഖ്ലൂക്കാണ്. അത് നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മുടെ കൂടെ ഉണ്ടാവും. മരണപ്പെടുന്ന നിമിഷം വരെ അത് എല്ലാ സമയത്തും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. 24 മണിക്കൂറും ഉണ്ടാവും. ഏതെങ്കിലും സമയത്ത് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് അതിന് നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുക. ആ സമയത്ത് അതിന്റെ സംഘത്തിലേക്ക് അത് പോയി ചേരും, താൽക്കാലികമായിട്ട്. എന്നാൽ നമ്മൾ തിരിച്ച് ബോധത്തിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും അത് നമ്മളിലേക്ക് തന്നെ വരും. ഇത്തരം ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, നഫ്സിനെ ശുദ്ധീകരിക്കാത്ത ആളുകൾ നഫ്സ് എല്ലാ സമയത്തും തെറ്റായ കാര്യങ്ങളെ കൽപ്പിക്കുള്ളൂ. ഒരാളെ നഫ്സ് വളരെ സ്ട്രോങ് ആവും തോറും അത് അതിനോടുള്ള കൽപ്പനകൾ, ഉപദേശങ്ങൾ ഒന്നും ഫലിക്കൂല. കാരണം അതിന്റെ ഏറ്റവും പാരമ്യമായ അവസ്ഥയിലാണ് അതുള്ളത്. അതാണ് ഇന്നസ് അമ്മാറത്തും ബിസ്സൂഫ് എന്ന് പറയുന്നത്. അമ്മാറത്തായ നഫ്സാണത്. ഇത്തരം ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ഉപദേശം ഫലിക്കുന്നില്ല. കാരണം അതിലേക്ക് വെളിച്ചം സ്വീകരിക്കാനുള്ള പ്രാപ്തി ഇല്ല. നമ്മൾ ചിലപ്പം ബാഹ്യമായി നോക്കുന്ന സമയത്ത് അത്തരക്കാർ വലിയ പണ്ഡിതന്മാരായിരിക്കാം, തങ്ങന്മാരായിരിക്കാം, വലിയ വലിയ ഭൗതികവാദികളോ ഭൗതിക ശാസ്ത്രജ്ഞന്മാരോ ഭൗതിക പണ്ഡിതന്മാരോ ഒക്കെ ആയേക്കാം. പക്ഷെ അവരെ നഫ്സ് അമ്മാറത്താണ്. അതിന്റെ പേരില് അവർക്കുള്ള ഉപദേശങ്ങൾ ഒരിക്കലും ഫലപ്രദമാവില്ല. എന്നാൽ മുഅ്മിനീങ്ങളായി അല്ലാഹു തആല ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും വരുന്ന മെസ്സേജുകൾ തരംതിരിക്കാൻ അറിയും. അവരെ കൽബ്, അവരെ കാത്, കണ്ണ് ഒക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യും. അതല്ലാത്തവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പമ്മാറത്തായ നഫ്സ് ഉള്ള അവസ്ഥയിലാണ് ലോകത്തുള്ള എല്ലാവരും. ഒരു ഷെയ്ക്കില്ലാത്ത ആരൊക്കെയുണ്ടോ അവരൊക്കെ നഫ്സ് അമ്മാറത്തന്നെ. നമുക്ക് തോന്നിപ്പോവും നമ്മളെ നഫ്സ് അമ്മാറത്തല്ല എന്നുള്ളതൊക്കെ. ഹഖീഖത്തിലേക്ക് മുന്നിടുന്ന സമയത്ത്, ആ ഇൽമുകളെ കരസ്ഥമാക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ നഫ്സ് അമ്മാറത്ത് തന്നെ ആയിരുന്നു എന്നുള്ളത്. നമ്മൾ ആ സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. നമ്മള് തസൂഫ് വായിച്ചു പഠിക്കുന്ന രീതിയിലല്ല ഹഖീഖത്തായിട്ടുള്ള തസൂഫ് ഇരിക്കുന്നത്. ഇത് വളരെ വിഭിന്നാണ്. അതിലൂടെ സഞ്ചരിച്ച വ്യക്തിക്കല്ലാതെ ഒരിക്കലും അത് ശരിയായ വണ്ണം സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതി വെക്കാനോ സാധിക്കൂല. പക്ഷെ എഴുതി വെച്ചത് കൊണ്ട് ഈ സംഭവം ഒരിക്കലും റിഫ്ലക്ട് ചെയ്യാൻ കഴിയില്ല, മറ്റൊരു മനുഷ്യനിലേക്ക് എത്തിച്ചെടുക്കാൻ സാധിക്കൂല, സംസാരത്തിലൂടെ പോലും സാധിക്കൂല. എന്നാൽ അതിലേക്കുള്ള ഇഷാറത്താണ്, അതിലേക്കുള്ള സൂചനാവാക്യങ്ങളാണ് ഇതെല്ലാം. അനുഭവിക്കലാണ് തസൂഫ്. അതല്ലാതെ നമ്മൾ കേൾക്കലോ അല്ലെങ്കിൽ വായിക്കലോ ഒന്നുമല്ല. ഈ നഫ്സ് എന്നുള്ള ആ ഒരു മഖ്ലൂക്ക് അത് വളരെ ഉപദ്രവകാരിയാണ്. അതിന്റെ തന്ത്രങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ ഔലിയാക്കളും അതിൽ നിന്നും രക്ഷ തേടിയിട്ടുണ്ട് അല്ലാഹുവിനോട്. കാരണം അതിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അല്ലാഹു തആല അനുഗ്രഹിച്ച ആളുകൾക്ക് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷ കിട്ടുന്നത്. അല്ലാത്തവരെല്ലാം അതിനെക്കൊണ്ട് നശിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ഇത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വിഷയമാണ്. വേണ്ടതായ ഇൽമില്ലാതെ നമ്മൾ പഠിക്കാറിങ്ങിയിട്ട് ഒരു കാര്യമില്ല. തസൂഫിന്റെ മശായിഖന്മാര് ഒരുപാടെണ്ണുണ്ട്. പക്ഷെ അവരെ മുരീദന്മാർക്ക് ഒരുപാട് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. ഒക്കെ തസ്ബീഹിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ വേണ്ട വിധത്തിൽ നഫ്സിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ നഫ്സ് ഒരു ജിന്നാണ്, ഞാൻ നേരിടാൻ പോകുന്നത് ശൈത്താനോടാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ നഫ്സ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്.
മനുഷ്യനിൽ തെറ്റ് സംഭവിപ്പിക്കുന്ന ഒരു ധാതു, ഒരു ദുർഗുണം, അത്രമാത്രമാണ് അവരെ നഫ്സിനെ മനസ്സിലാക്കി വെച്ചത്. അതല്ലാതെ ഈ ആത്മീയ യാത്രയിൽ സ്വന്തം നഫ്സിനെ ഒന്ന് കാണാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. സാധാരണക്കാരൻ നഫ്സ് ഇരിക്കുന്ന അവസ്ഥ, അതിന്റെ രൂപം ഒരു കറുത്ത പട്ടിയുടെ രൂപമാണ്. ഈ ദുനിയാവിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യന്റെ ജിസ്മിലും ഈ പട്ടി ഉണ്ടാവും. അവന്റെ പുക്കിൾ കുഴിയുടെ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അതിന്റെ ബാത്തിനിയായ രൂപം ഒരു പട്ടിയുടേതാണ്. അപ്പൊ ദുനിയാവിലേക്ക് അല്ലാഹു തആല കൊണ്ടുവന്ന പട്ടികൾ 3 തരമുണ്ട്. ഒന്ന് സ്വർഗീയ പട്ടി, 2 നരകത്തിലേക്കുള്ള പട്ടി, 3 ദുനിയാവിൽ സാധാരണ കാണുന്ന പട്ടി. ഒരു മനുഷ്യൻ കണ്ണുള്ള ഒരു സൂഫിയുടെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറിയാൻ പറ്റും ഇദ്ദേഹത്തിന് നഫ്സിലുള്ള പട്ടി എന്ത് പട്ടിയാണ് എന്നുള്ളത്. അത് നരകത്തിലേക്കുള്ള പട്ടിയാണെങ്കിൽ അവനിൽ വല്ലാതെ മെനക്കെടൂല. കാരണം അത്തരക്കാർക്ക് ഉപദേശങ്ങൾ ഫലിക്കൂല. അതറിയാവുന്ന സൂഫി ഏതെങ്കിലും വഴിയിലൂടെ അവൻ അകറ്റാൻ നോക്കും, അവൻ ഒഴിവാക്കാൻ നോക്കും. ഒരുപക്ഷെ ബാഹ്യമായ സംസാരത്തിലൂടെ തന്നെ ഒഴിവാക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ഒഴിവാക്കാൻ നോക്കും. കാരണം അവനിൽ ഉപയോഗിക്കുന്ന ഉപദേശങ്ങൾ, അതേപോലെ സമയങ്ങൾ ഒക്കെ വേസ്റ്റാണ്, യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അതേസമയം ഒരാളുടെ പട്ടി സ്വർഗത്തിൽ നിന്നുള്ള പട്ടിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ഉപദേശം ഫലിക്കും. കാരണം അതിന്റെ അവസാനം സ്വർഗത്തിലേക്കാണ്. ഇത്തരക്കാരെയാണ് തസൂഫിന്റെ അധികാരി 2 കൈയും കൂട്ടി കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നത്. അത്തരക്കാരിലേക്ക് തന്നെയാണ് തസൂഫിന്റെ മശായിഖന്മാർ വന്നിട്ടുള്ളത്. അവർക്കുള്ള ഡ്യൂട്ടി എന്താണ്? അവർക്കുള്ള ഡ്യൂട്ടി ഒരു ഉമ്മത്തില് എത്ര മോമിനിയങ്ങളുണ്ട് എന്നുള്ളത് ഓൾറെഡി ഫിക്സ് ആണ്. അതിന്റെ എണ്ണം കുറയൂല്ല, കൂടുമില്ല. അപ്പൊ ആ എണ്ണം പൂർത്തിയാക്കുന്നത് വരെ അവരെ സാധാരണ ഇൽമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇൽമുള്ള അവസ്ഥയിലേക്കും ഈമാനിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെന്തായാലും ഒരു അധ്യാപകൻ നിർബന്ധമാണ്. ആ നിർബന്ധമാക്കപ്പെട്ട അധ്യാപകൻ ഭൂമിയിൽ വരും, വന്ന് ആ മുഅ്മിനായ റൂഹിനെ കൊണ്ടുപോകും ഈമാനിലേക്ക്. അതിനു വേണ്ടി വരുന്നവരാണ് ഈ അധ്യാപകർ, തസൂഫിന്റെ മശായിഖന്മാർ. അപ്പോ അതിന്റെ അവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ലോകത്തില് അല്ലാഹു തആല എല്ലാ മശായിഖന്മാരെയും പ്രവാചകന്മാരെയും വിളിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലേക്കും എത്ര മുഅ്മിനീങ്ങളായ റൂഹുകൾ ഇറങ്ങണമെന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉമ്മത്തിൽ എത്ര എണ്ണം മുഅ്മിനീങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അത് നബിയോട് അത് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, മൂസാ നബിയോട് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഈ അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. അവർക്കറിയാം എൻ്റെ ഉമ്മത്തിൽ എത്ര എണ്ണം മുഅ്മിനീങ്ങൾ വരും എന്നുള്ളത്. ഉദാഹരണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഇത്ര എണ്ണം മുഅ്മിനീങ്ങൾ വരും എന്നുള്ളത് നേരത്തെ അറിയിക്കപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഉദാഹരണം പറയാം. ഒരു 10 ലക്ഷം ആളുകൾ ഈ ഉമ്മത്തിൽ മുഅ്മിനീങ്ങളായി കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വരൂല. അതിലൊരു പക്ഷേ 1 ലക്ഷം ആളുകൾ ഉണ്ടാവുള്ളൂ നോക്കാം. ബാക്കി 9 ലക്ഷം ആളുകളെ പിന്നെയും മുഅ്മിനീങ്ങളാക്കാനുണ്ട്. ആ 9 ലക്ഷം ആളുകൾ എല്ലാം ഒരേ കാലഘട്ടത്തിൽ ഇറങ്ങൂല. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ അല്ലാഹു തആല അവന്റെ ഔലിയാക്കളാക്കും. ആ ഔലിയാക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള ഔലിയാക്കളാണ്. അപ്പൊ ഒരു വലിയ വന്ന് ഉദാഹരണം ഗൗസുൽ ആസം വന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 2 ലക്ഷം ആളുകളെ മുഅ്മിനീങ്ങളാക്കി. ബാക്കി വീണ്ടും കിടക്കുന്നുണ്ട് 8 ലക്ഷം. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ മുഅ്മിനായി വിധിക്കപ്പെട്ട ആളുകളിലേക്കും ഈ ടീച്ചർമാർ എന്തായാലും എത്തും. എന്നിട്ട് അവരെ മുഅ്മിനീങ്ങളാക്കി മാറ്റും. അത് നിർബന്ധമായി സംഭവിക്കും. അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അങ്ങനെ അവസാനം വരുന്ന ഒരു ആള് ഈ 10 ലക്ഷത്തില് 1-2 ആളുകൾ മാത്രം ബാക്കിയാണെങ്കിലും ആ കാലഘട്ടത്തിൽ വലിയ ഇല്ല എങ്കിലും ആ 2 പേർക്ക് വേണ്ടി മാത്രം അല്ലാഹു തആല ഒരു വലിയനെ പറഞ്ഞയക്കും. ഇതൊക്കെ ഫിക്സാണ് കാര്യങ്ങൾ. അപ്പോ ഈ മശായിഖന്മാർ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും അറിയാം
എൻ്റെ കോട്ട എത്രയെന്നുള്ളത്. അപ്പൊ അവരാ കോട്ട ഫോക്കസ് ചെയ്താണ് അവര് പ്രവർത്തനം. അല്ലാത്തവര് അവര് വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന അക്കീദയിലുള്ള അക്കീദ തന്നെയാണ് ഇസ്ലാം ദീനെ തന്നെ പഠിപ്പിക്കുന്നത്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിന് വിധി എന്നുള്ളൊരു സംഗതിയുണ്ട്, എഴുതപ്പെട്ട് കഴിഞ്ഞതാണ്, അത് മാറ്റപ്പെടൂല. അതൊക്കെ നമ്മൾ എത്രയോ വട്ടം പഠിച്ച വിഷയങ്ങളാണ്. പിന്നെ ഈ ഭൂമിയിൽ വരുന്ന ജീവിതങ്ങളൊക്കെ ഒരു ഫോർമാലിറ്റി ആണ്. അപ്പൊ നമ്മള് അവനവന്റെ ഉള്ളില് ഏത് മാർഗത്തിലേക്ക് പോവാനാണ്, എന്ത് തരം അഭിലാഷമാണ് ഉള്ളത് എന്നൊക്കെ നോക്കി നമുക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഉമ്മത്തില് ആ എണ്ണം കൃത്യമായും പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പലതും സംഭവിച്ചുകൊണ്ട് നിൽക്കും. ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് നിൽക്കും. പക്ഷെ അവർ വരുന്നത് ഇസ്ലാമിലേക്കല്ല. ഈ പറഞ്ഞ എണ്ണം മാത്രമായിരിക്കും ഉമ്മത്ത്. 10 ലക്ഷം 10 ലക്ഷം മാത്രം ഉമ്മത്ത് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർ ഒന്നുകിൽ ജമാഅത്തായിരിക്കും, അല്ലെങ്കിൽ മുജാഹിദിലേക്ക് പോകും, അല്ലെങ്കിൽ സുന്നിയായിട്ട് മാറും, അല്ലെങ്കിൽ ഷിയായിട്ട് മാറും. അങ്ങനെ പല ഗ്രൂപ്പുകളിലേക്ക് പോകും. പക്ഷെ ഉമ്മത്താവൂല. ഉമ്മത്ത് എണ്ണം കൃത്യമായിരിക്കും. അതിലൊരു സംഖ്യ കൂടെ കുറേ ഇല്ല. കാരണം ഉമ്മത്ത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും. അത് വ്യാജനായ ഗുരു ആയിരിക്കാനും പാടില്ല, അസൽ ഗുരു തന്നെ ആയിരിക്കണം. അസൽ ഗുരുക്കന്മാരെ തിരിച്ചറിയാൻ തന്നെ ആത്മീയതയിൽ അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങളുണ്ട്. അത് നമ്മൾ ഒരുപാട് വിശ്വാസം കൊണ്ടോ നമ്മൾ മൂലാക്കന്മാര് പറയുന്ന അടയാളം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. അവര് പറയുന്ന അടയാളങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഷേഖിനെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വ്യാജന്മാർക്കും ഫിറ്റാവും. അത് പല ഫിർക്കകളിലും പെട്ട പലർക്കും ഫിറ്റാവും. അത് മുഖേന നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ കൂടെ ഉള്ളൂ, കുറയൂല. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി എഴുതപ്പെട്ട് വെച്ചിട്ടുള്ള അടയാളം ഉണ്ട്. എന്നിരിക്കെ എന്തിനാ അവരത് കളവാക്കണം? ഇത്തരം കളവാക്കുന്ന ആളുകൾ മൂലാക്കന്മാര് അവര് നരകത്തിലേക്കാന്നുള്ളത് തീർച്ചയാണ്. കാരണം ഒരു മനുഷ്യന്റെ 16 ആത്മാക്കളെ കൊല ചെയ്യുന്ന കൊലയാളിയാണ് അവർ. കാരണം 16 ആത്മാക്കളുമായി ജീവിച്ച അള്ളാഹുവിനെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടി അള്ളാഹു തആല സംവിധാനിച്ച ഒരു രൂപം, ഒരു വലിയ ലോകം, അതിനെ താറുമാറാക്കുകയാണ്. അതിന് ആ ഒരു ഭാഗ്യം നിഷേധിക്കുകയാണ്. ഇത്തരം മശായിക്കന്മാരാണെങ്കിലും അതല്ല മൂലേക്കന്മാരാണ്, ഒക്കെ കണക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. പക്ഷെ അവരിതൊന്നും അറിയില്ല. അവരറിയുന്ന സമയം വരുന്നത് മരണത്തോടു കൂടിയാണ്.